യുവർ ഓണർ ഹൈ പിച്ച് 360 ഹൈ പിച്ച് അല്ലല്ലോ ഹൈ പിച്ച് 361 പ്രകാരം ബാർ അതാണ് രണ്ടെണ്ണം അടിച്ചാലേ ഒരു മൂട് കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അല്ല ഇതിന് ഞാൻ കേസ് വായിച്ച് വിജയിച്ചിരിക്കുന്നു സാർ. ഇത് ഞാൻ കണ്ടതാണ് സാർ. എൻ്റെ തെളിവുണ്ട് സാർ. സ്റ്റോപ്പ്. അതിന്റെ പരിപാടി അതോടുകൂടി തീർന്നു. എന്താ ചെയ്യേണ്ട ദൈവമേ, ഒരു കേസും ഇല്ല, ഇന്ന് വരെ കോടതിയിലും പോയിട്ടില്ല. ഒരു കേസ് വായിച്ചിട്ടുണ്ട്, അത് ഞാൻ തോറ്റും പോയി. കോടതി ഒന്ന് ഞാൻ കണ്ടോട്ടെ. ഹലോ കോടതി. നമസ്കാരം. ഇന്നത്തോടെ ഞാൻ തീർക്കും. അയ്യോ അടിക്കാമെന്നതല്ല സാറേ, അടിക്കാമെന്നതല്ലെന്ന്. കാലെ പിടിക്കാം സാർ, കാലെ പിടിക്കാം. അടിക്കാമെന്നതല്ല, ഒരു കേസിന്റെ കാര്യം. കൊലക്കേസ് വാദിക്കുവോ? വഴക്കൊല്ലടൊക്കെ ആണെങ്കിൽ നോക്കാം. അതല്ല, ഞാൻ ഇതിനു മുന്നേ സാറിന് മുന്നിൽ വന്ന ഒരു കേസ് തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പോഴൊക്കെ ഞാൻ കോടതി പോയിട്ടില്ലല്ലോ. അതല്ല, ഇപ്പോഴല്ല, ഒരു 18 വർഷം മുന്നേ ഞാനും ഭാര്യയും കൂടി നിസ്സാര ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ചെറിയ വഴക്ക്, അത് സാറിന്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ വന്നപ്പോ സാർ എന്താ അത് വാദിച്ച് ഞങ്ങളെ ഡിവോഴ്സ് ആക്കി. ഇപ്പൊ കുഞ്ഞിന് ഞാൻ 5000 രൂപ വീതം ഇവിടെ മാസം മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയാമോ സാറിന്? അതങ്ങനെ ഇടയ്ക്ക് ഒരു കേസ് അങ്ങനെ പാളിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ കൂടി ഇപ്പൊ വന്നത്. ഈ 18 വർഷമായിട്ട് ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് 5000 രൂപ വീതം മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി അത് അങ്ങോട്ട് തീരെയാണ്. ഇന്ന് ലാസ്റ്റ് കെടുവാണ്. ഇത് സാറ് അവളുടെ കയ്യിൽ കൊടുക്കണം. അല്ല, ഈ കാശ് സാറ് അവളുടെ കയ്യിൽ കൊടുക്കണം. അല്ല, അത് നിങ്ങൾ കൊടുത്താൽ ഞാൻ വെറുതെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേ. അങ്ങനെ സാർ ഇത് പിടിച്ചേ, സാറിന്റെ കൈ കൊണ്ട് അവൾക്ക് കൊടുക്കണം. ഇതന്നെ ഞാൻ കൊടുക്കണമെന്ന് നിർബന്ധം. ഇത് സാർ അവളുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പൊ സാറ് പറയും ഇന്നത്തോടെ കൂടി ഇത് തീർന്നെന്ന് പറയുമ്പോ അവളുടെ കണ്ണീന്ന് 2 ഇറ്റ് വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വീഴും. ഇനി കിട്ടില്ലെന്നോ. അപ്പൊ സാറ് അത് വീഡിയോ എടുത്ത് എന്നെ കാണിക്കണം. അതിനകത്തിനാ എനിക്കത് കണ്ട് ആനന്ദിക്കാനായിട്ടും സാർ. 18 വർഷമാണ് ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അറിയാവാ, നിങ്ങൾ സാഡിസ്റ്റ് ആണല്ലേ? അത് തന്നെ. ഒരു വർഷം കൊടുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കണം. എനിക്ക് ചിരിക്കണം. വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവൾ ഇങ്ങോട്ട് വരും. വന്നിട്ട് കേട്ടോ സാറേ. എന്റെ പ്രതി, എന്റെ വാദി എവിടെ? സാറേ, എന്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കിഴങ്ങൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനായിരുന്നു? അല്ല, അത് ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. അയ്യോ, അവിടെ നിപ്പുണ്ടായിരുന്നോ? അല്ല, നീ കണ്ടില്ല? അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടെങ്കിൽ ഞാനങ്ങ് വരത്തില്ലായിരുന്നല്ലോ. നാണുണ്ടല്ലോ നിങ്ങൾക്ക്? നാണുണ്ടോ? പറയല്ലേ. പ്രശ്നം കോടതി വെച്ച് തീർന്നതല്ലേ? നിങ്ങൾക്ക് 5000 രൂപ വെച്ച് മാസം കിട്ടിക്കൊണ്ടിരിക്കണല്ലേ, പിന്നെന്താ പ്രശ്നം? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുന്നുണ്ട് സാറേ. ഞങ്ങൾ തമ്മിലൊരു നിസാര കാര്യമല്ലേ ഉള്ളായിരുന്നു സാറേ. അത് ഊതിപ്പെരിപ്പിച്ച് ഞങ്ങളെ ഡിവോഴ്സ് ആക്കി തന്നെ എന്തിനാ സാറേ? കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, അത് മാത്രമല്ല ആകെ ഒരു സമാധാനം. എന്നായിരുന്നു അന്ന് വഴക്കിനുള്ള കാരണം? ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോളൂ സാറേ. സാറേ, അതെന്താണെന്ന് വെച്ചാലേ, എന്റെ ഈ ഭർത്താവ് ഉണ്ടല്ലോ, ഒരു ഭാര്യയോടും ഒരു ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള മ്ലേച്ഛമായ പരിപാടികളായിരുന്നു സാറേ ഈ ഭർത്താവ്. എന്താ കാണിച്ചെന്നോ? ഞാൻ പറയട്ടെ. സാറേ, ഇതിപ്പോ സാറിന്റെ വീട്ടിൽ വെച്ച് പറയാൻ പറ്റുമോ? കേൾക്കൂ സാർ. ആരോടാ ഇത് പറയണത്? എടാ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടൊരു ആഗ്രഹമല്ലേ. സാറേ, എന്തോ കാര്യം എന്നറിയാം. ഇങ്ങനെ പാല് മേടിക്കാൻ വേണ്ടി രാവിലെ കടയിലേക്ക് പോയി. പാല് മേടിച്ചിട്ട് വന്നപ്പോ ഇച്ചിരി ചില്ലറ പൈസ ഉണ്ടായിരുന്നു. അതിൽ അങ്ങേര് 3 ലോലിപോപ്പ് മേടിച്ചോണ്ട് വന്ന്. അങ്ങേര് 3 ലോലിപോപ്പ്, മറ്റേ കോലുമിഠായി ഇല്ലേ സാറേ, അത് 3 എണ്ണം മേടിച്ചോണ്ട് വന്നു. ഞാനുണ്ടാ വീട്ടിൽ, ഇങ്ങേറെ അമ്മയുണ്ടാ വീട്ടിൽ, ഞങ്ങളുടെ കൊച്ചുണ്ടാ വീട്ടിൽ, ഇങ്ങേരുണ്ടാ വീട്ടിൽ. ഇങ്ങേരെന്തിനാ 3 ലോലിപോപ്പ് മേടിച്ചോണ്ട് വന്നേ? എന്നിട്ടുണ്ടല്ലോ സാറേ, എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങേറെ അമ്മയാ കൊച്ചും കൂടെ ലോലിപോപ്പ് തിന്നു സാറേ. എന്നെ നോക്കി ഇരുത്തിട്ട് ഇങ്ങനെ ലോലിപോപ്പ് തിന്നു സാറേ. എന്താ എനിക്ക് ലോലിപോപ്പ് തിന്നാൻ ദഹിക്കത്തില്ലേ സാറേ? ദഹിക്കത്തില്ലേ? ഇത്രയും വലിയ കേസാണ് ഞാൻ ഡിവോഴ്സ് ആക്കിയതല്ലേ? എന്നെ സമ്മതിക്കണം. ആരോട് ഇത് വിചാരിച്ച നടക്കൂടാ, രക്ഷപ്പെടും. എന്നോടാണ് പറയേണ്ടത്. ഞാൻ കാശ് കൊടുക്കി മേടിച്ചോ സാധനം എനിക്ക് കഴിക്കണ്ടേ? സ്വന്തം ഭാര്യനെ നോക്കിയില്ലെങ്കിൽ പിന്നെ എന്താ? ലോലിപോപ്പ് മേടിച്ചിട്ട് 3 എണ്ണം ഉണ്ടായിട്ട് 1 കൊടുത്തില്ല. അന്തസ് വേണ്ട ഒരു മനുഷ്യന്. 5000 രൂപ കിട്ടിയില്ല. 5000 രൂപ വെച്ച് ആദ്യത്തെ ഗഡു എന്റെ കയ്യിലോട്ട് കിട്ടിയല്ലോ സാറേ. ആ 5000 രൂപയ്ക്ക് ഞാൻ മൊത്തം ലോലിപോപ്പ് മേടിച്ചു ഒറ്റയ്ക്കിരുന്ന് തിന്നു സാറേ. എന്റെ കൊച്ചെന്നെ നോക്കിയിരുന്ന് ചോദിച്ചു, ഒരു ലോലിപോപ്പ് താ അമ്മയെന്ന്. കൊടുത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് തിന്നു സാറേ. ഞാൻ കേസ് വായിച്ചത് നിങ്ങൾ എന്നെ പ്രശംസിക്കണം. അത് പ്രശംസിക്കാം. 5000 രൂപ ഏതായാലും സാർ ഞങ്ങൾക്ക് മേടിച്ച് തന്നല്ലോ സാറേ.
ഇത് ഇനി എന്നും കിട്ടുമോ സാറേ ഇത്? വേറെ കേസ് പറയാൻ വിളിപ്പിച്ചേ. ഇനിയും കേസുണ്ടോ? അല്ലല്ല, അതായത് സാർ എന്ന് ചെയ്തിട്ടോടാണ് നടക്കുന്നത്? അല്ലേ, ഒരു ആഗ്രഹം മുത്ത് ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തും. Okay. അപ്പോ നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന് 18 വയസ്സാവുകയാണ്. അയ്യോ, 5000 രൂപ വെച്ച് നിങ്ങൾക്ക് ജീവനാംശം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതെ, കിട്ടുന്നുണ്ട്. ഇന്നത്തോടുകൂടി അത് തീരും. അയ്യോ, കൊച്ചിന് 18 വയസ്സ് വരെ നമുക്ക് കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ 5000 രൂപ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഇന്നത്തോടുകൂടി തീരുവോ? ഇതൊന്ന് പിടിച്ചോ. ഇന്നത്തോടുകൂടി തീരുവോ? ഇന്നത്തോടെ കേസ് തീരും. അയ്യോ ദൈവമേ, ഇനി ഞാൻ എന്റെ കുഞ്ഞ് എങ്ങനെ ജീവിക്കും? അയ്യോ ഞാൻ ക്യാമറ കണ്ട അപ്പൊ ചിരിക്കും സാറേ. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളെ നിലവിളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ആയുഷ്കാലം 5000 രൂപ വെച്ച് മാസം കിട്ടില്ല. അയ്യോ എന്റെ കുഞ്ഞിനെ. ഓക്കെ, എടുത്തോ സാറേ? ഞാനൊന്ന് കണ്ണടച്ചു പോയായിരുന്നു. ആ സമയത്ത് ഞാൻ എടുത്തായിരുന്നത്. എന്തിനാ സാർ ഇപ്പൊ എന്റെ ഫോട്ടോ എടുത്തേ? ഒന്നുമില്ല, ചെറിയൊരു കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് ഈ നിയമവും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന ആളല്ലേ? സാർ ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കാൻ ന്യായം ഉണ്ടോ? സാറിന് ഇത് IPC എത്ര വകുപ്പാന്ന് അറിയാവോ സാറിന്? സാറ് കോടതി കയറി ഇറങ്ങി നടക്കും, ജയിലിൽ കിടക്കും സാറ്. ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല സാറ്. ഒന്ന് പറയണ കേക്കൂ. എന്താ പറയാ? നിങ്ങളുടെ ഭർത്താവിന്റെ ആവശ്യപ്രകാരം ഇത് എടുത്തത്. അതായത് ഈ 5000 രൂപ മാസം കിട്ടുന്നുണ്ടല്ലോ, അതിന് കിട്ടില്ല എന്നറിയുമ്പോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് 2 കണ്ണീര് വീഴും. അത് വീഡിയോ എടുത്ത് കൊടുക്കണോന്ന്. പുള്ളിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇത് കണ്ട് ചിരിക്കാനാണെന്ന്. 18 വർഷം അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടും എന്റെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാള് തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് സാറേ ഞാൻ ജീവിച്ചത്. ഇത്ര സാഡിസ്റ്റാന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിലേ ജീവിതകാലം മുഴുവൻ അയാൾ കരയാനുള്ള ഒരു വഴി ഞാൻ പറയട്ടെ? അല്ല, പുള്ളി ചിരിച്ചിട്ട് പോരെ? അല്ലല്ല, പുള്ളി കരയാനുള്ള ഒരു വഴി ഞാൻ പറയട്ടെ സാറിനോട്? ഈ 18 വർഷം 5000 രൂപ വീതം ഇങ്ങനെ കൊച്ചിന് കൊടുത്തില്ലേ, അതങ്ങനെ കൊച്ചല്ലായിരുന്നു സാറേ. ആ ഇടയ്ക്ക് മ്യൂസിക് ഇല്ലെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.